വയനാട് തലപ്പുഴയിലെ കടുവയെ കണ്ടതിന് പിന്നാലെ സ്ഥലത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. നാളെ വനപാലക സംഘം സ്ഥലത്ത് തെരച്ചിൽ നടത്തും. അർജുൻ പി.എസ്. ചേരുകയാണ്. അർജുൻ, ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നാളെ തന്നെ തെരച്ചിൽ നടത്താൻ തന്നെയാണോ തീരുമാനവും? അർജുൻ, കേൾക്കാമെങ്കിൽ ഈ സ്ഥലത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണല്ലോ. നാളെ തന്നെ തെരച്ചിൽ നടത്തുമെന്നാണോ വനപാലക സംഘം അറിയിച്ചിരിക്കുന്നത്? സുരേഷ്, നാളെ രാവിലെ മുതൽ ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലപ്പുഴ 43, 44 എന്നീ പ്രദേശങ്ങളിലാണ് പ്രധാനമായി തെരച്ചിൽ നടത്തുക. മാത്രമല്ല കമ്പിപ്പാലം, ആ തലപ്പുഴ കമ്പിപ്പാലമുണ്ട്, ആ പ്രദേശത്തും തെരച്ചിൽ നടത്തുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ പ്രദേശത്തുള്ളവർ കൃത്യമായി തന്നെ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നുള്ള ഇന്ന് DFO പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കടുവ ഈ ടൗൺ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഈ തലപ്പുഴ ടൗൺ കേന്ദ്രീകരിച്ച ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. അതായത് ഈ വനം വകുപ്പിന്റെ ക്യാമറയിൽ ഈ കടുവയുടെ ചിത്രം പതിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് ഗോദാവരി കോളനിയിലും ഈ കടുവയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ 3 വയസ്സ് തോന്നിക്കുന്ന ഒരു കടുവയാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം DFO പ്രതികരിച്ചത്. എന്തിനാൽ തന്നെയും ഈ പ്രദേശത്തുള്ള ഏവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് താൽക്കാലികമായി അവധി നൽകിയിട്ടുണ്ട്. അവർക്ക് ഓഫ്ലൈനായി ക്ലാസുകൾ നടക്കും, ഓൺലൈനായി ക്ലാസുകൾ നടക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരാഴ്ചത്തേക്ക് ഇവരെ വീട്ടിലേക്ക് പോകുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രദേശത്തുള്ള കുട്ടികളെയെല്ലാം മാറ്റിയിട്ടുണ്ട്, ആ പ്രദേശത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവരെ അടക്കം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധനയാണ് ആ പ്രദേശത്ത് നടക്കുക. മാത്രമല്ല ഈ കാട്ടേരിക്കുന്ന് ഭാഗത്തടക്കം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. അതിനുശേഷമാണ് ശക്തമായിട്ടുള്ള ഒരു നിരീക്ഷണം വനംവകുപ്പ് ഈ പ്രദേശത്ത് ആരംഭിച്ചത്. ആ ഒരു തെരച്ചിലാണ് ഇത്തരത്തിൽ ഈ ഒരു ക്യാമറകൾ വെക്കുകയും ഈ ക്യാമ്പസിന് ഉള്ളിലടക്കം, അത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉള്ളിലടക്കം ഈ ക്യാമറകൾ വെച്ചിരുന്നു. അതിലൊന്നിലാണ് ഇത്തരത്തിൽ പുറത്തുള്ള ക്യാമറകളിൽ ഒന്നിലാണ് ഇത്തരത്തിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. അതായത് ഈ തലപ്പുഴ സൊസൈറ്റി ഭാഗമുണ്ട്, ആ സൊസൈറ്റിയുടെ ഭാഗത്താണ് ഇത്തരത്തിൽ കടുവയുടെ ദൃശ്യം കഴിഞ്ഞ ദിവസം തെളിഞ്ഞത്. ഇത്തരത്തിൽ പിന്നീട് കടുവ തലപ്പുഴ ടൗൺ ഭാഗത്തുമുണ്ട് എന്നുള്ളത്, ടൗൺ ഭാഗത്ത് കണ്ടതും കടുവ തന്നെയാണെന്നുള്ളതും സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തിനാൽ തന്നെയും നാളെ ഈ ഒരു പ്രദേശത്തുള്ളവർക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്, ആ പ്രദേശത്തടക്കം ആ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരേഷ്, അർജുൻ പി.എസ്. ആണ് വിശദാംശങ്ങൾ നൽകിയത്.